ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് തീയതി മാർച്ച് 21 ക്രമീകരിച്ച് സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക. പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുകയും മാപ്പിൽ ചന്ദ്രനെ ദൃശ്യമാക്കുകയും ചെയ്യുക. ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് അടുത്തൊരു ചോദ്യം ആവശ്യപ്പെട്ടേക്കുന്നത്. Open the software Sun Clock, display the time zone map and set the date as 21st March. Display moon and the main latitudinal lines. Take a screenshot. എന്ന ക്രമത്തിലുള്ളൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺ ക്ലോക്ക് എന്ന ക്രമത്തിൽ സൺ ക്ലോക്ക് തുറക്കുക. സ്ക്രീനിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടൂൾ ബാർ കിട്ടുന്നു. ആദ്യത്തെ പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വലതുവശത്ത് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സമയമേഖലാ ഭൂപടമായിട്ട് അത് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് സമയം, ദിവസം മാർച്ച് 21 ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതിനായി ഇവിടെ പ്രോഗ്രസ് വാല്യൂ എത്രയാണ്, G എന്ന ടൂളിൽ ഉള്ളത് പ്രോഗ്രസ് വാല്യൂ ആണ്. പ്രോഗ്രസ് വാല്യൂ എത്രയാണെന്ന് നോക്കുക. G എന്ന ടൂളിൽ എത്തുമ്പോൾ പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് 1 ഡേ ആക്കുന്നു. 1 ഡേ, 7 ഡേ, 30 ഡേയ്സ് എന്നിങ്ങനെ രീതിയിലാക്കാം. നമുക്ക് വേണ്ടത് മാർച്ച് ആയതുകൊണ്ട് 30 ഡേയ്സ് ആക്കാം. ഒരു മാസം പുറകിലേക്ക് പോവാം. ഇപ്പോ എസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സോളാർ ടൈം മോഡ് നമുക്ക് സെറ്റ് ചെയ്ത് ദിവസവും സമയവും മാർക്ക് ചെയ്യാം. 2018 ഫെബ്രുവരി 5 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. G ടൂളിൽ ക്ലിക്ക് ചെയ്ത് 30 ഡേയ്സ് ആക്കി പുറകിലേക്ക് ക്രമീകരിക്കാം. മാർച്ചിലേക്ക് A ടൂളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് ക്രമീകരിക്കാം. മാർച്ച് തീയതി 21 വേണ്ടത്. അതിനായി വീണ്ടും G ടൂളിൽ ക്ലിക്ക് ചെയ്ത് 1 ഡേ ആക്കുക. A ടൂളിൽ ക്ലിക്ക് ചെയ്ത് മാർച്ച് 8, 9, 10 ഇങ്ങനെ മാർച്ച് 21 ക്രമീകരിക്കും. അടുത്തതായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം അടയാളപ്പെടുത്താനാണ്. അതിനായി Y ടൂളിൽ ക്ലിക്ക് ചെയ്ത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം അടയാളപ്പെടുത്താം. Y ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൂര്യനും ചന്ദ്രനും പ്രത്യക്ഷപ്പെടുന്നതായി ഈ ഭാഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധിക്കുക. പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുക എന്നൊരു പ്രവർത്തനം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. T ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കാം. T ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്ഷാംശ രേഖകൾ വരുന്നത് ശ്രദ്ധിക്കുക. ഇപ്രകാരം പ്രവർത്തനം പൂർത്തിയാക്കി നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാം. സ്ക്രീൻഷോട്ടിനായി പ്രിന്റ് സ്ക്രീൻ ബട്ടൺ അമർത്തുക. അത് ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് സേവ് ചെയ്യുക എന്നുള്ളതാണ് പ്രവർത്തനം. ഈ പ്രവർത്തനം ചെയ്ത് സൺ ക്ലോക്കിലെ പ്രവർത്തനങ്ങൾ ചെയ്ത് മനസ്സിലാക്കാം. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.